കന്യാകുമാരിക്ക് പോയാലോ? പിന്നെന്താ പോന്ന് പറഞ്ഞ ഒറ്റ മൈൻഡായിട്ട് രാവിലെ ഇറങ്ങിയതാ. ദൈവസഹായം കൊണ്ട് ഇറങ്ങിയപ്പോ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ, പോയിട്ട് വരാം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ആന്റിയും ആന്റിയുടെ മക്കളൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതായതുകൊണ്ട് ബസ്സിലായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോ മഴയാണെങ്കിലും അവിടെ എത്തിയപ്പോ ഓക്കെ ആയിട്ടോ. ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഡോർ ഓപ്പൺ ആയിരിക്കും, ആവശ്യക്കാർക്ക് ചാടാം. അവിടെ എത്തിയതിനു ശേഷം ബീച്ച് സൈഡിൽ ഇരുന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കപ്പിൾസ് ഇരിക്കുന്ന കണ്ടില്ലേ? ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാലും നിങ്ങൾ എടുക്കുക, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ എന്റെ അനിയൻ അവിടെ നിന്ന് പോകും. അതുപോലെ തന്നെ ഇവനും ഫോട്ടോ എടുക്കൽ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല. അല്ലെ തന്നെ എന്റെ മുടി ക്യാൻസറിനില്ല, അപ്പൊ കാറ്റൂടാകുമ്പോ പറയണ്ടല്ലോ. ഈ കാണുന്ന ഹൈറ്റ് മാത്രമേ ഉള്ളൂ, ആള് +2 ബുദ്ധി 5ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. നാണം എന്നൊക്കെ പറഞ്ഞ എന്റെ ദൈവമേ, എന്തോ ഒരു നാണ. ഈ കൈനോട്ടം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ അമ്മ വീട് പണയം വെച്ചിട്ടാണെങ്കിലും അവരുടെ പിന്നാലെ പോകും. ഈ പൈസ എനിക്ക് തന്നെങ്കിൽ ഇതിലും നന്നായിട്ട് ഞാൻ നോണ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചില്ല് ചെയ്തിരിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ ട്രിപ്പ് വന്നിട്ട് ഗെയിം കളിക്കുന്നു. വല്ലാത്ത ജാതിയുടെ മുന്നിന്. അവിടെ വെള്ളത്തിൽ കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ എന്റെ സൗണ്ട് മാറിയിരിക്കുന്നത്. എന്റെ അമ്മ അവിടെ അരമണ്ഡലത്തിന് നിപ്പുണ്ട്. പിന്നെ ചെന്നൈ എക്സ്പ്രസ് റീക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി. നന്ദോ ഇവിടെ ബംഗാൾ ചേട്ടൻ്റെ കൂടെ സെറ്റ് ആയിട്ടോ. മന്ത്രി എങ്ങനെ വരുവാണെങ്കിൽ 5 മീറ്റർ ഡിസ്റ്റൻസിൽ റോഡിൽ പോലീസ് ഉണ്ടാവും. പക്ഷേ ഈ രാത്രി ഇത്ര ഇഷ്യൂസിന്റെ ഇടയ്ക്ക് ഒറ്റ പോലീസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തു. അപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ.